ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ചങ്ങനാശ്ശേരി മാർക്കറ്റിലെ തിരക്ക് കണ്ടോ? ഒരു 25 വർഷത്തിന് മുമ്പ് ഇതേപോലെ ആൾക്കാർ ഈ ചന്തയിൽ വന്ന് മീൻ മേടിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഇതുപോലെ ഇന്ന് ദുഃഖശനി, അപ്പോൾ നാളെ ഈസ്റ്റർ, അതിനായിട്ട് വരുന്ന ആൾക്കാരും ഈ വണ്ടിത്തിരക്കുമൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പം ഇടദിവസങ്ങളിലൊന്നും ഇവിടെ ഈ പറയത്തക്ക വലിയ കച്ചവടമില്ലാതെ മാറിയിരിക്കുകയാണ് നമ്മുടെ മാർക്കറ്റ്. അതിൻ്റെ കാരണം ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിക്ക് ചുറ്റിനും മീൻകടകളാണ്. അത് അനുവദിച്ചു കൊടുത്തുകൂടാ. എന്താണെന്ന് ചോദിച്ചാൽ ചങ്ങനാശ്ശേരിയുടെ പരിസരങ്ങളിൽ ഈ വേസ്റ്റും കാര്യങ്ങളും ഈ നാറ്റങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഈ കാണുന്നിടത്തെല്ലാം മാർക്കറ്റുകൾ വന്നതാണ്. അപ്പോൾ അതിന് വലിയൊരു മാറ്റം ഉണ്ടാകണം. അതിന് മുനിസിപ്പാലിറ്റി മുൻകൈ എടുക്കണം. ചങ്ങനാശ്ശേരിക്ക് ഒറ്റ മാർക്കറ്റേ ഉണ്ടാവുള്ളൂ. അത് ചങ്ങനാശ്ശേരി ബിഗ് മാർക്കറ്റായിട്ട് അനുവദിച്ചിട്ടുള്ളത് ഇതാണ്. നൂറ്റാണ്ടുകളായിട്ടുള്ള മാർക്കറ്റാണ്. അപ്പോൾ ഇത് നിലനിൽക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞങ്ങളൊക്കെ എവിടെ പോയി, ഞങ്ങൾ ഇത്രയും ദൂരത്തൊക്കെ വന്ന് ഞങ്ങൾ മാർക്കറ്റിൽ വന്ന് മീൻ മേടിക്കണം? അങ്ങനെയാണ് എല്ലാ സ്റ്റേറ്റുകളിലും ഉള്ളത്. എല്ലായിടത്തും ഒറ്റ മാർക്കറ്റേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ, ഇപ്പോൾ മുനിസിപ്പാലിറ്റിക്ക് ഒരു മാർക്കറ്റ്, പഞ്ചായത്തിന് വേറൊരു മാർക്കറ്റ്, അങ്ങനെയൊക്കെയാണ് മാർക്കറ്റുകൾ. അല്ലാതെ കാണുന്നിടത്തെല്ലാം മാർക്കറ്റ് ഇടുകയല്ല ചെയ്യുന്നത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ വേസ്റ്റ് കൂമ്പാരങ്ങളും നാറ്റങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അത് മാറണം. അതിനൊരു വലിയ മാറ്റം ഉണ്ടാകണം. അതിന് മുൻകൈ എടുക്കേണ്ടത് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയാണ്. അല്ലാതെ നിങ്ങൾ ഒത്താശ ചെയ്ത് കൊടുക്കരുത്. ഇപ്പോൾ തന്നെ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരങ്ങളിൽ തട്ടുകടകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റി അറിയാതാണോ? കോടിക്കണക്കിന് രൂപ മുടക്കി അവിടെ വീതി കൂട്ടി ഇൻ്റർലോക്കും ചെയ്തെടുത്ത് തട്ടുകടകൾ വരുന്നു. ഇതൊക്കെ മുനിസിപ്പാലിറ്റി അറിഞ്ഞിട്ട് തന്നെയല്ലേ? മുനിസിപ്പാലിറ്റിയുടെ ഒത്താശയോട് കൂടിയല്ലേ ഈ പ്രവൃത്തികളൊക്കെ ചങ്ങനാശ്ശേരി നടക്കുന്നത്? അപ്പോൾ അങ്ങനെയല്ല. തട്ടുകടകളല്ല വരേണ്ടത്. അവർ സ്വന്തമായിട്ട് അവർ കടകളെടുത്ത് അവിടെ അവർ ഉണ്ടാക്കട്ടെ. സർക്കാർ ഭൂമിയിൽ കയ്യേറി കടകളല്ല വരേണ്ടത്. അപ്പോൾ ആ മാറ്റങ്ങളൊക്കെ മുനിസിപ്പാലിറ്റി കൊണ്ടുവരണം. അല്ലാതെ ഇത് പറയുന്നവനെ തെറി വിളിച്ചിട്ടോ അവനെ ശത്രുവായി കണ്ടിട്ടോ കാര്യമില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാം അവനവൻ്റെ പോക്കറ്റ് വീർപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ്. അത് മാറണം. മാറിയേ പറ്റൂ. ടണ്ണ് കണക്കിന് ഇന്നിവിടെ മീൻ വിറ്റ് മാറും. എല്ലാ മാർക്കറ്റിലുള്ളതിനെക്കാട്ടിലും വളരെയധികം വിലക്കുറവിൽ മീൻ കിട്ടുന്ന ഒരു മാർക്കറ്റാണ് ചങ്ങനാശ്ശേരി മാർക്കറ്റ്. ആയിരക്കണക്കിന് കച്ചവടക്കാർ ഇവിടെ വന്ന് മീനെടുത്ത് നിങ്ങളുടെ ഓരോ നാട്ടുകളിലും ഇവിടെ നിന്ന് മീനെടുത്താണ് ഇവർ കച്ചവടത്തിന് വരുന്നത്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾക്ക് മീൻ വില കുറച്ച് കിട്ടുന്ന ഒരു മാർക്കറ്റാണ് ചങ്ങനാശ്ശേരി മാർക്കറ്റ്. ഒരേ ഒരു രാജാവ്, അത് ചങ്ങനാശ്ശേരി മാർക്കറ്റാണ്. സുനിയേ, ഇവിടുത്തെ ഒരു വെട്ടുകാരനായത് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ സുനിയെ കണ്ടാൽ മതി. അതാണ്ട് ഈ സൈഡിലിരുന്ന ആൾ മീൻ വെട്ടുന്നത് നല്ല മനോഹരമായ രീതിയിൽ
മീൻ വെട്ടിത്തരും. അപ്പോൾ ഇയാളെ കണ്ടാൽ മതി. അങ്ങോട്ട് വരാൻ പടം പിടിക്കാനൊക്കെ നമ്മൾ ഈസ്റ്റർ കച്ചവടം പിടിക്കുക. എല്ലാം മംഗളമായാൽ നമ്മൾ മറക്കും ദൈവത്തെ, എല്ലാം സുന്ദരമായാൽ നമ്മൾ ത്യജിക്കും ദൈവത്തെ. ഇടയ്ക്കിടയ്ക്കു കഷ്ടതകൾ വേണം, കഷ്ടകാലത്തു നാം നാഥനെ ഓർത്തിടും. ഇടയ്ക്കിടയ്ക്കു കഷ്ടതകൾ വേണം, കഷ്ടകാലത്തു നാം നാഥനെ ഓർത്തിടും. എല്ലാം മംഗളമായാൽ നമ്മൾ മറക്കും ദൈവത്തെ, എല്ലാം സുന്ദരമായാൽ നമ്മൾ ത്യജിക്കും ദൈവത്തെ.